ഹായ് പാത്തൂസ്, എന്തെടുക്കുവാ? ഇന്ന് ചോറ് വെക്കണ പരിപാടി തനിക്കാണോ ഉത്തരവാദിത്തം? ചോറും വെക്കും, നമ്മൾ സാൽമൺ പൊരിച്ചതും വെക്കും. അതെല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. വേറെ എന്നൊക്കെയുണ്ട് ചോറിന് കറി ഉച്ചയ്ക്ക്? എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ ഞാനാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും അത് പറഞ്ഞു തരും എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അരി കഴുകുവാണോ? ശരിക്കും കഴുകുക. രണ്ടാമത്തെ സ്ഥലം. എത്ര പ്രാവശ്യം കഴുകും അരി? ഞാൻ 7 പ്രാവശ്യം കഴുകും. ഓക്കെ. എന്തോരായി പാത്തോസ്? ഇതാണെങ്കിൽ ഇപ്പം 6ാമത്തെ. എനിക്ക് ലാസ്റ്റത്തെയും കൂടി ചെയ്തിട്ട് നമുക്കാണെങ്കിൽ അടുപ്പത്ത് വെക്കാൻ പറ്റും. ഓക്കെ. ശരിക്കും ഞാനാണെങ്കിൽ വൈറ്റ് റൈസാണ് ശരിക്കും വെക്കണം. എനിക്കാണെങ്കിൽ ബസ്മതി റൈസാണ് അതിൻ്റെ കൂടെ എനിക്കിത് ഇഷ്ടം. അപ്പം എനിക്കറിയില്ല എന്താണ്. വെള്ളച്ചോറാണോ ഇഷ്ടം പാത്തോസിന്? കുത്തരിയുടെ അരിയാണോ? നമ്മൾ ആ റോസ് അരി കഴിക്കില്ലേ, അത് വറുത്തെയാണോ ഇഷ്ടം? ചോറ് കഴിക്കുമ്പോഴോ? അതൊരുപാട് ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് ശരിക്കും തോന്നുന്നത് എനിക്ക് വൈറ്റ് റൈസ് ഇഷ്ടമാണ്. അതൊരു എപ്പോഴും കഴിച്ചോണ്ടിരിക്കണത്. കഞ്ഞിയൊക്കെ കുടിക്കാനാണെങ്കിലോ? കഞ്ഞിയൊക്കെ കുടിക്കാനാണെങ്കിൽ റോസ് അരിയില്ലേ, പക്ഷെ ആ കഞ്ഞി ഇച്ചിരി നേരമൊക്കെ കഴിക്കുള്ളൂ, പിന്നെ അത് കഴിക്കാറില്ല. കഞ്ഞിയൊക്കെ. കഞ്ഞിയാണോ ഇഷ്ടം ചോറാണോ ഇഷ്ടം? എനിക്ക് കഞ്ഞി അത്ര ഇഷ്ടമല്ല കഴിക്കാൻ. എനിക്ക് ചോറാണ് അതിൻ്റെക്കാളും ഇഷ്ടം. ബിരിയാണി ഇഷ്ടമാണോ? ബിരിയാണി ഇഷ്ടം, പക്ഷെ അതിൽ മല്ലിയില ഇട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷെ എനിക്ക് മല്ലിയില ഇഷ്ടമല്ല. ഓക്കെ. തീർന്നോ? അരി കഴുകി തീർന്നോ? അരി നമുക്ക് നമ്മുടെ ലാസ്റ്റ് വെള്ളം എടുത്തിട്ടാണെങ്കിൽ അടുപ്പിൽ വെക്കാം. ഓക്കെ. ഇതാണ് ഏറ്റവും പാട്. പക്ഷെ അരി പോയാലെന്ന് ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് ലാസ്റ്റത്തെ വെള്ളം ഒഴിക്കാം. നമുക്ക് ഇവിടെ പോയാൽ ഞാൻ എത്ര ഒഴിക്കണേ? ഞാൻ ഇപ്പം എപ്പോഴും കൈ അവിടെ വെക്കും, അല്ലെങ്കിൽ കൂടുതൽ പോയാലും കുറഞ്ഞു പോയാലും അങ്ങനെ ആയിടണപ്പം നമുക്ക് അടുപ്പ് വെക്കാം. അപ്പം ശരിക്കും ഞാനപ്പോൾ ഇവിടെയാണ് വെക്കുന്നത്. ചെറുതിൽ വെച്ചാൽ പോരെ? ചെറിയ അടുപ്പിൽ വെച്ചാൽ പോരെ? വലിയ അടുപ്പിൽ വെക്കണ്ടല്ലോ. നമ്മൾ വലിയ അടുപ്പിൽ വെക്കുക. വലിയ അടുപ്പിൽ നമ്മൾ വലിയ പാത്രങ്ങൾ വെക്കാനാണ് കേട്ടോ. ചെറിയ അടുപ്പിൽ നമ്മൾ ചെറിയ പാത്രം. അരി വെക്കണ പാത്രം നമ്മുടെ ചെറുതാണല്ലോ, ഒത്തിരി വലുതല്ലല്ലോ. അത് ഓണാണ്. ഓക്കെ, ചെയ്തോ. ഓക്കെ. ഇനി അതിൻ്റെ മൂടി ഇവിടെ. അപ്പോൾ മീൻകറിക്ക് അത് മീൻകറിയല്ലേ, അപ്പോൾ അത് മൂടി അടച്ചു വയ്ക്കുക. ഇനി അടുത്ത എന്താ പരിപാടി? വാപ്പി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ സാൽമൺ ഫ്രൈ ഉണ്ടാക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്തൊക്കെയാ മീനിൽ ചേർക്കേണ്ടത്. അപ്പം എനിക്കറിയില്ല എന്താ സാൽമണിൽ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വാപ്പി പറയും നമ്മൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ എന്താ ഫസ്റ്റ് ചേർക്കേണ്ടത് വാപ്പി? ഇതിനകത്ത് ആദ്യം നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഉപ്പ് ഓവറാക്കി ചേർക്കരുത്. അതുകൊണ്ട് ഞാൻ കൈ വെക്കും ഫസ്റ്റ്. കയ്യിൽ വെക്കണമെന്നില്ല, സൈഡിൽ എല്ലാം കൂടെ ഇല്ല. ഇവിടെ കുറച്ചിടും. കുറച്ചും കൂടി ഇട്ടോട്ടെ. പോരട്ടെ പറയാം. മതി. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി എടുക്കുക. കുരുമുളക് പൊടി എവിടെ ഇരിക്കണേ? ഓക്കെ. കുറച്ചും കൂടി ഇട്ടോ. നമ്മൾ വേറെ എരിവൊന്നും ചേർക്കണില്ലല്ലോ, കുറച്ചും കൂടി ഇട്ടോ. അത് കാരണം വലിയ മീനല്ലേ, വലിയ കഷ്ണങ്ങളാണ്. ഇനി ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഓക്കെ. നാരങ്ങ ഫ്രിഡ്ജിലുണ്ടാവും.
അടങ്ങിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നടുക്കല്ല ശരിക്കും ഒഴിക്കുന്നു. അത് ഏറ്റവും പാട് അതിൽ ഫ്രോസൺ ആയിട്ട് ചിക്കാൻ പറ്റുന്നില്ല. കിട്ടോ? ആ, നമ്മുടെ വാപ്പി തന്നെയാണ് അത് ഇട്ട് തന്നത്. ഇനി എന്താണ്? ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ടർമറിക്. എനിക്ക് വല്ലതും അറിയില്ല, അന്ന് അങ്ങനെയാണ് പറ്റുന്നത്. ഇത്രയും പോരെ? ആ, കറക്റ്റ് നല്ലതാണ് ഇരിക്കുന്നത്. ഇനി ശരിക്കും മിക്സ് ചെയ്യാതെ. അതാണ് ഏറ്റവും ഇഷ്ടമല്ലാത്തത്. അപ്പോഴേക്കും നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം അതെല്ലാം മസാല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് പരട്ടണം. ഓക്കെ, ടച്ച് ചെയ്യണേ. ഇതെന്താ ചെയ്യണേ പാത്തോസ്? ഞാൻ ഗ്ലൗസ് ഇട്ടുണ്ടെന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമല്ല എൻ്റെ ബെയർ ഹാൻഡ്സ് കൊണ്ട് മീനിലേക്ക് തുറന്നത്. എനിക്ക് കഴിക്കണേ ഇഷ്ടമാണ്, പക്ഷേ ഇളക്കം പോലത്തെ ഒരു ഇത് പോലെ തോന്നാം. അപ്പോൾ നമുക്ക് ഇളക്കാം. മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക. അപ്പം എല്ലായിടത്തും നമുക്കത് പരത്താം. നമ്മൾ സാൽമൺ ചെയ്യുമ്പോഴേ മറ്റ് മീനുകളെ പോലെ ഒത്തിരി മസാല ചേർക്കാറില്ല കേട്ടോ. ഇതിന് നമ്മൾ ലൈറ്റ് മസാലയാണ്. ഇതോളം കുരുമുളകും അല്ലെങ്കിൽ ഉപ്പും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി നമ്മളായിട്ട് ചേർക്കുന്നു. ഇവിടുത്തെ ഇംഗ്ലീഷുകാരൊന്നും അത് ചേർക്കത്തില്ല. നമ്മളപ്പോൾ ലൈറ്റ് മസാലയാണ്, അതുപോലെ തന്നെ ലൈറ്റായിട്ടാണ് അത് കുക്ക് ചെയ്യത്തുള്ളൂ. ഞാനാണെങ്കിൽ കേരളത്തിൽ ഒരിക്കലും സാൽമൺ കഴിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് അപ്പം തന്നെ ഞാൻ അതിനെ ലവ് ചെയ്തിരുന്നു. അതെപ്പോഴും ഞാൻ കഴിക്കും. സാൽമണാണ് ഇഷ്ടം. എനിക്ക് സാൽമണും ഇഷ്ടം, ടൂണായും ഇഷ്ടമാണ്. ടൂണ പാപ്പയാണെങ്കിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കും. അതാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും. ആ ചമ്മന്തി സൂപ്പറാണ്. അപ്പം ഇത് എല്ലായിടത്തും പറ്റിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം ഒന്ന് സൈഡ് ആക്കിയിട്ട് വെക്കാം. ഇത് നമുക്കിത് ഫ്രൈ ചെയ്യണം മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണ്ടേ? അതൊന്നും ഇരിക്കാൻ കഴിയില്ല. ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ സ്ഥലമില്ല. പിന്നെ നമ്മൾ ഇപ്പറേ ഈ സാൽമൺ ആണെങ്കിൽ ഇപ്പറേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മൂടി വെക്കാമെന്നാണ് എൻ്റെ ഇത്. അപ്പം മൂടി വെക്കണമെന്ന് നമ്മൾ എന്താ പഠിക്കണത് പാപ്പി? താങ്ക് യു. ആ, നല്ല ഫിറ്റ് കേട്ടോ. അത് ഫിറ്റ് ആവുന്നുണ്ട്. അടുത്ത എന്താ ചെയ്യേണ്ടത്? അടുത്ത നമ്മളൊരു തോരൻ വെക്കാൻ പോവാം അല്ലേ? ഇലത്തോരൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കുക. ആ ഫ്രിഡ്ജിൽ നിന്ന് ഇല എടുത്തോണ്ട് പോയി ആദ്യം. ഏതല്ലയാ? ഈ ഇലയാണോ? യാ, കറക്റ്റ് അണ്ണാടനായിരിക്കും. എന്തോരല്ലേ? അത് മൊത്തം എടുത്തു. അത് മൊത്തം നമ്മുടെ ഇതിലേക്ക് ഇട്ട് കഴുകണം. ആദ്യം വാഷിംഗ് ആണ്. നമ്മൾ ഏതിലേക്കാണ് ഇടുക? ആ പാത്രം ഇരിക്കണം. പാത്രത്തിലേക്ക് ഇട്ട് വാഷ് ചെയ്യണം ആദ്യം. ഇല്ല, എല്ലാം എടുക്കണോ? ആ, ഓ, അത് കൂടുതലായിരിക്കുമല്ലോ. നമുക്ക് അത് കുറേ ഉണ്ട്. നമുക്കിത് പിന്നെ ഇടാം. നല്ല വാഷ് ചെയ്യുവാണോ? ആ, ഇതാണെങ്കിൽ നമ്മൾ 3-4 പ്രാവശ്യം കഴുകണമെന്നാണ് പാപ്പി പറഞ്ഞത്. ഇച്ചിരി കൂടി ഞാൻ വെള്ളം എടുക്കട്ടെ. ഇപ്പൊ തനിക്കൊന്നും അറിയത്തില്ല ഇതൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ. എനിക്കാണെങ്കിൽ ഒരു കുക്കിംഗ് അറിയില്ല, ഒരു ഓംപ്ലേറ്റ് നല്ലവണ്ണം. നമ്മുടെ വ്യൂവേഴ്സൊക്കെ പറയും തനിക്കൊന്നും അറിയത്തില്ല എന്ന് ലാസ്റ്റ് കേട്ടോ. എനിക്കെല്ലാം അറിയാം, ഞാൻ നല്ല കുട്ടിയാ. അപ്പം ഇത് കുറേ പ്രാവശ്യം കഴുകണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കല്ലേ. പിന്നെ ആണെങ്കിൽ ചെളിയൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ അരി പോലെ. അപ്പം അരി കഴുകണ പോലെ തന്നെ ആയിരിക്കും ഇതും കഴുകുന്നത്. പക്ഷെ അതിന് 3 പ്രാവശ്യം 2-3 പ്രാവശ്യം കഴിയാം. 3 പ്രാവശ്യം കഴിയാൽ മതി. 7 പ്രാവശ്യം ഒന്നും കഴുകണ്ട. വീണ്ടും കഴുകുവാണോ? ആ, ഇത് രണ്ടാമത്തെ. അപ്പം ഞാൻ 2 പ്രാവശ്യം മാത്രം കഴുകിയാൽ മതിയെന്നാണ് ഓർത്തത്. അത് രണ്ടും താഴത്ത് പോയി. നമ്മളും കഴുകിയെടുത്തു. കഴുകിയ പാത്രത്തിലേക്ക് എടുത്തേ. അപ്പോഴേക്കും ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലും ലീഫ് പോകില്ലല്ലോ. എനിക്കാണെങ്കിൽ നല്ല ക്ലംസിയാണ്. അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടല്ലോ ആ പാത്രത്തിൽ. ആ,
അപ്പം ഇങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പം ഇതിൽ നല്ല ലീഫ് കൊടുക്കണം, അപ്പോഴേക്കും ഒരു ലീഫും പോവില്ല. എല്ലാം എടുക്കും. നമ്മളാണെങ്കിൽ നെറ്റ് ബോൾ കളിക്കുന്ന പോലെ എല്ലാ ബോൾ കൊടുക്കുന്ന പോലെ ഉണ്ട്. നിങ്ങളവർക്ക് എന്തിനാണ് ഞാൻ ഹാറ്റ് ഉണ്ടായിരുന്നത്? എന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ്, അപ്പോഴേക്കും അതിന് വേണ്ടിയാണ് ഞാൻ ഹാറ്റ് ഇട്ടേക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഇച്ചിരി കൂടി പറഞ്ഞപ്പോൾ പറയാം. നമുക്കാണെങ്കിൽ അവിടെ സവാള എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും മതി എന്നാണ് തോന്നുന്നത്. ഇത്രയും മതിയല്ലോ. അപ്പം നമുക്കറിയാം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കരയും ഇത് ചെയ്യുമ്പോഴേക്കും. അപ്പം നമുക്ക് നോക്കാൻ കരയാതിരിക്കുമെന്ന്. എന്നിട്ടാണെങ്കിൽ ഞാൻ രണ്ടാമതും കൂടിയും ഇത് ചെയ്യുന്നുണ്ട്. അടുത്ത എന്താ ചെയ്യണേ? നമ്മൾ 2 മുളക്. അപ്പം ഞാൻ ഇതാണെങ്കിൽ നമ്മുടെ ഒനിയനാണെങ്കിലും നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതും കൂടി അരിഞ്ഞാൽ മതി. പിന്നെ ഒരെണ്ണമായിട്ടാണ് അരിയണത്, കുഞ്ഞു കുഞ്ഞായിട്ട്. ഇത് ബീൻസ് അരിയണ പോലെ ഞാൻ എപ്പോഴും അറിയാതെ. എനിക്കാണെങ്കിൽ ഞാനീ തൊടുമ്പോഴേക്ക് വന്നിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ കണ്ണിൽ തൊടുമ്പോഴേക്ക് എന്തൊരു വേദനയാണ് പറയാം. അപ്പോൾ നമ്മുടെ ഇതും ചില്ലിയും ഒനിയനും അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില്ലി ഹാഫ് വേയിൽ പാപ്പ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ എൻ്റെ കണ്ണാണെങ്കിൽ ഇങ്ങനെ നീറുമായിരുന്നു. ഇനി നമ്മളാണെങ്കിൽ നമ്മുടെ കടുക് പൊട്ടിക്കാൻ പോവാണ്. ഞാനാണെങ്കിൽ അപ്പോൾ ഇതാണെങ്കിൽ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇച്ചിരി നേരം അത് ചൂടാവണമെന്നാണ്. ഞാൻ 7-ലാണ് വെച്ചേക്കുന്നത്. നമ്മൾ 80 പോയിന്റില്ലെന്ന് വെച്ചാൽ കൂടുതലുണ്ട്. ആയാ എനിക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയോ 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 എന്ന് ചോദിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെ വെക്കാണ്. ഇതൊരു പുതിയ പാനാണ്. നമ്മളാണെങ്കിൽ എവിടെ നിന്നാണെന്ന് വാങ്ങിച്ചാൽ ടെസ്കോന്ന് വാങ്ങിച്ചത്. എനിക്ക് വളരെ അറിയില്ല. നമ്മുടെ സാൽമണാണെങ്കിൽ ഞാൻ മൊറിസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളത് അടുത്തായതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. അവിടെ ഫുള്ള് ഫിഷസ് ഉണ്ട്. കേട്ടാ എനിക്കിത് പേടിയായിട്ട് ഇടാവാണോ? പൊട്ടാറായില്ല, ഒട്ടി പയ്യ വരുള്ളൂ. തീ ശാലം കുറച്ച് വെച്ചേക്ക. കൂടി പയ്യെ പൊട്ടട്ടെ. ആ സമയത്ത് ഇച്ചിരി ഓവറായിട്ടും ചെയ്തതാണ്. എന്ന് വെച്ചാൽ അത്രയും പൊട്ടിയിട്ടില്ലായിരുന്നു. ഞാനാണെങ്കിൽ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇടാൻ പറ്റും. ഇഷ്ടമല്ലാത്ത ഇപ്പൊ തന്നെ ഇത് ഇടണോ മുളക്? ഇപ്പൊ തന്നെ മുളകണം. ഇതാണ് അപ്പൊ ഞാനാണെങ്കിൽ കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടത്, ഡാൻസ് ഒക്കെ കളിച്ചത്. അപ്പോഴത്തെ നമ്മളെ ഉണ്ടായിട്ടുള്ളത് ഇതാണ്. ഇതാണ് നമ്മുടെ ഇതായതോ തോന്നുന്നത്. ഇത് എത്ര നേരം വേണം നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത്? കുറച്ച് നേരം മതി. ഇനിയിപ്പോൾ മറ്റേ ഇലയും കൂടി ഇടണം. അപ്പൊ അരിയുണ്ട് അത് അരിയണം. ഇതാണ് നമ്മുടെ ഇല. വാപ്പയാണെങ്കിൽ ഇത് ഇല കരഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇടാനുണ്ട്. ഇപ്പൊ അതൊരു നല്ലതായിട്ടുണ്ട്. നമ്മുടെ ചില്ലിയും ഒനിയനൊക്കെ. അതുകൊണ്ടാണ് നമുക്ക് ഇത് സമയം ചെയ്യുന്നത്. നമുക്ക് കുറെ വെള്ളം അതിലോട്ട് ഇടാൻ കൊടുക്കാം.
കണ്ട ആ ഗ്രീൻ വെള്ളം കണ്ട അതാണ് ഇതിന്റെ കളറ് ഇനി എന്താ ഇടണേ? നമ്മൾ ഇച്ചിരി ഉപ്പിടുവാണ്. ഇത്രയും പോലെ ആ കുറച്ചും കൂടി ഇട്ടോ. നമ്മൾ എന്നിട്ടാണെങ്കിൽ ഇതൊക്കെ നല്ലവണ്ണം ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് വെച്ചേക്കണ എന്താ സൈഡിലപ്പം? നമ്മൾ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ആണ്. അതും കുറച്ചിട്ടേക്കണം. അത് ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ നല്ല ആ കുറച്ചും കൂടി ഇട്ടേ. എനിക്ക് തേങ്ങ നല്ല ഇഷ്ടമാണ്. ചില ഇതിൽ ഇടുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഗൈസ് നല്ല മണം വന്നിട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല ഉണ്ടാക്കിയതപ്പോൾ എങ്ങനെ പറ്റിയത്? അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടിയ എന്താ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇട്ടെന്ന് വെച്ചാൽ ഇച്ചിരി കൂടി വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ആ വെള്ളം വെട്ടണം വരെ ഇതാണെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. എനിക്കിപ്പോഴും ആ മണം കിട്ടും, നല്ല മണം. ഇത് നമുക്ക് ഇച്ചിരി കുറയ്ക്കാം. ഇത് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. ഇച്ചിരി അപ്പം ഇത്രയും പോലെ ഇച്ചിരി അത്രയും അത്രയും തട്ടിട്ട് വന്നിട്ട് നമ്മളപ്പോൾ മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടപ്പോൾ വാപ്പിക്ക് അത് ഇച്ചിരി കളയേണ്ടി വന്ന്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണം കൂടി. അപ്പോൾ നമുക്കിത് നമുക്ക് ഓഫാക്കാം. ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാൽമൺ നോക്കാം, അത് റെഡി ആയല്ലോ. ഇപ്പം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇതാണെങ്കിൽ ഫ്രൈ ചെയ്യാം. അല്ലാതെ നമ്മുടെ എണ്ണ ചൂടായിട്ട് വേണം ഇതൊക്കെ വെക്കണം. ഇപ്പോഴും തൊടുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ അതിന്. ഇപ്പം ചൂടാകാനാണെങ്കിൽ തോന്നുന്നു. അപ്പം നമുക്കാണെങ്കിൽ ഇട്ട് നോക്കാം. നല്ല പേടിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ പേടിയായിരുന്നു. നമുക്കൊരു പുതിയ ട്രിക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരെണ്ണം കൂടി വെച്ചിട്ടാണെങ്കിൽ രണ്ടെണ്ണം അത് കഴിഞ്ഞിട്ട് ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം. എനിക്ക് എടുക്കണമെന്ന് പാടാം. വാപ്പിൻ്റെ അപ്പോൾ നമ്മൾ 4 അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് കിട്ടാം. ഇത് കഴിക്കാണെങ്കിൽ ഇതിൽ കുറക്കണം. അത് അപ്പം നമുക്ക് ഒന്നത് കഴിച്ച് മാറ്റി വെക്കണം. വെച്ചാൽ കൂടുതലായിട്ട് വരക്കും അതിങ്ങനെ സ്റ്റക്കാവും. അതുകൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ പിടിപ്പിക്കണം സിസ്റ്റേഴ്സ്. ഇപ്പോഴാണെങ്കിൽ ഒരു റോസാപ്പി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇച്ചിരി എന്താ മുളക് പൊടി ഇട്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായി ഇച്ചിരി എരിവ് കൂട്ടാൻ വേണ്ടി. അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ ഈ സൈഡാണെങ്കിൽ ഇച്ചിരി ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നോക്കുവാണ് ഏത് ഇതാണ് നല്ലതാണെന്ന്. നല്ല മണം വന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ സൈഡും കൂടി നമുക്ക് വെക്കണം. ഫസ്റ്റ് നമ്മൾ വന്നിട്ട് ഈ സൈഡൊക്കെ കിട്ടിയാൽ ഏറ്റവും പാടെനിക്കാണെങ്കിൽ ഒട്ടും അറിയില്ല ഫ്ലിപ്പ് ചെയ്യുന്നതെന്ന്. കണ്ട നമ്മൾ മുളക് പൊടി ഇട്ടപ്പോഴേക്ക് നല്ല ഒരു ചുമന്ന പോലെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നല്ല എരിവായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ കുറേ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടായിരിക്കും. എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ് സ്പൈസി, പക്ഷെ കൂടുതൽ ഇഷ്ടമല്ല. അപ്പോൾ ഈ സൈഡും കൂടി നന്നായി ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സാമ്പാർ ആണെങ്കിൽ നല്ല 2 സൈഡും നല്ലതാക്കിയിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി നമ്മുടെ ഡിഷസൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ അരി കാണാം. ഇതായിട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ അരി അതാണെങ്കിൽ ഇപ്പോൾ ചോറായി വരേണ്ടി. ഇത് നമ്മുടെ ഇലക്കറി നല്ലതായി ചൂടായിട്ട് അവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാൽമണും ഉണ്ട്. സാൽമൺ നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട് സൈസായിട്ട്. നമുക്കാണെങ്കിലൊന്ന് മൂടി വെക്കാം.
അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മുടെ സാൽമൺ പൊരിച്ചത്, ചോറ്, മീൻകറി, പിന്നെ തോരൻ, ഇലത്തോരൻ. അപ്പോഴേക്കും എൻ്റെ ഇന്നത്തെ ചോറ് നല്ല രസമായിരിക്കും, ബിക്കോസ് ഐ ആം ദ ഷെഫ്. അപ്പോഴേക്കും ഇന്ന് അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.